ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവക്ക് എന്നെ പറ്റി എത്രത്തോളം അറിയാം അതാണ് കേട്ടോ. ഒരു Q&A അങ്ങനെയാണ്. അപ്പം എന്നെ കുറിച്ചുള്ള മാത്രം ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാതെ പല ടൈപ്പായിട്ട് ചോദിക്കാനാണ്. അപ്പം നീ എത്രത്തോളം കോൺഫിഡന്റ് ആണ് ആദ്യം അത് പറ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്കാണ് ഈ വീട്ടിൽ ഇവളെ കൂടുതൽ അറിയാം എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം എത്രയൊക്കെ ഞാൻ ശരിയാക്കും, എത്രയൊക്കെ ഞാൻ തെറ്റിക്കും എന്നൊക്കെ. ശരി, ഞാൻ ഗൂഗിളിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. വെറുതെ ആലോചിച്ച് ടൈം കളയണ്ടല്ലോ. ഇതാകുമ്പോ എല്ലാ ക്വസ്റ്റ്യൻസ് അവരങ്ങ് കണ്ടുപിടിച്ച് തന്നോളൂ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഞാൻ സിമ്പിള് തുടങ്ങിയിട്ട് പിന്നെ മീഡിയം, ഹാർഡ്, പിന്നെ ഇമ്പോസിബിൾ അങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ദാറ്റ്, ദിസ് ഓർ ദാറ്റ്, ടേക്ക് വൺ, എസ് ഓർ നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നോക്കാം. ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ബർത്ത്ഡേ വരുന്നു. നിന്റെ ബർത്ത്ഡേ ഇയറും പറയണോ? ഫുള്ളും പറ. December 6, 2000. ഫനീഷയ്ക്ക് 24 വയസ്സ്. ശരി, അതവക്കറിയാന്ന് എനിക്കറിയാമായിരുന്നു. ഇനി അടുത്തത്, എന്റെ ഫേവറേറ്റ് ഫുഡ്. കണ്ണൊക്കെ തള്ളി. ഫനീഷയുടെ ഫേവറേറ്റ് ഫുഡ് ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് അങ്ങനെ എന്തെങ്കിലും അപ്പ ഇത് വാലിഡ് ആവണം. ഞാൻ ചിന്തിക്കട്ടെ എന്റെ ഫേവറേറ്റ് ഫുഡ് എന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കറന്റ്ലി എനിക്ക് തോന്നുന്നത് അത് മന്തി ആയിരിക്കും. കാരണം അനീഷയ്ക്ക് റീസെന്റ് അഡിക്റ്റ് ആയതാണ് ഈ മന്തി. അപ്പൊ മന്തി ആവാനാണ് സാധ്യത. എന്താ അനീഷ? സത്യം പറഞ്ഞാൽ ഞാനും മന്തിയാണ് മനസ്സിൽ വിചാരിച്ചത്. ഞാനും ചിന്തിച്ചപ്പോ എനിക്കും പെട്ടെന്ന് മന്തിയാണ് മനസ്സിൽ വന്നത്. ഓക്കെ, ശരി. അപ്പം കളറ് പിങ്ക്. സെക്കൻഡ് ഫേവറേറ്റ് കളർ പറ. സെക്കൻഡ് ഫേവറേറ്റ് കളർ എനിക്ക് തോന്നുന്നു ലാവൻഡർ അല്ലെങ്കിൽ പർപ്പിൾ, ആ ഒരു ഷെയ്ഡിലെ വല്ലതായിരിക്കും. ഏതാ? ശരി, ഞാൻ വിട്ടു കൊടുത്തിരിക്കുന്നു. അയ്യാടി, അത് തന്നെ. അപ്പം എന്റെ ഫേവറേറ്റ് TV ഷോ ബിഗ് ബോസ്. അനുജ ബിഗ് ബോസ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. എന്നോ മുതൽ ബിഗ് ബോസ് സത്യം പറഞ്ഞ എന്റെ ഫേവറേറ്റ് ഷോ അല്ല. സത്യം പറഞ്ഞ അല്ല, ഞാൻ പറയാം. അനീഷയ്ക്ക് ഫേവറേറ്റ് ഷോ എന്ന് പറയാനായിട്ട് വല്ല കൊറിയൻ ഡ്രാമാസ് ആയിരിക്കും ഇഷ്ടം. അതിന് ഏതാ ഫേവറേറ്റ് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പം മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ പാർട്ട് 2 കണ്ടിട്ടുണ്ടായിരുന്നു. കൊറിയൻ ഡ്രാമ. അത് കൊറിയൻ അല്ല, ചൈനീസ് ആണ്. എന്തായിരുന്നാല് ഡ്രാമാസ് ആണ് അനീഷയ്ക്ക് ഇഷ്ടം. ശരി, ഈ ഡ്രാമയും ഷോയിനകത്ത് പെടുന്ന തന്നെയല്ലേ? അതിപ്പോ ഞങ്ങൾ TV തന്നെ. ഞാൻ പെട്ടെന്ന് TV ഷോ എന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെ സൂര്യ. ഞാൻ പിന്നെ ബിഗ് ബോസിനെ പറ്റി പറയാം. ബിഗ് ബോസ് എന്റെ ഫേവറേറ്റ് ഷോ അല്ല സത്യം പറഞ്ഞ. പിന്നെ എന്ന് വെച്ചാ ഇതിപ്പം 5-6 സീസണോളം കഴിഞ്ഞു ബിഗ് ബോസ്. ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഫസ്റ്റ് സീസൺ കണ്ട എന്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞ ബിഗ് ബോസ് അടിപൊളി അങ്ങനെ ഫസ്റ്റ് സീസൺ കണ്ടപ്പോ. പിന്നെ അപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പോ സെക്കൻഡ് ഇറങ്ങിയപ്പോ സെക്കൻഡ് ഫുള്ളും കാണാം. അടിപൊളിയാന്നല്ലേ പറയുന്നത്. അങ്ങനെ സെക്കൻഡ് ഇറങ്ങിയ സമയത്താണ് കൊറോണ കാരണം പൂട്ടിപ്പോയത് പകുതിക്ക് വെച്ച്. അങ്ങനെ അത് ഫുള്ളും കാണാൻ പറ്റിയില്ല. പിന്നെ തേർഡും ഫോർത്ത് ഫിഫ്ത്ത് ഒന്നും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ റീസെന്റ് പോയ സീസൺ, അത് ഏതാണ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 5ഓ 6ഓ എന്താണ്ടായിരിക്കണം. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു സീസണെങ്കിലും ഫുള്ളും കണ്ടു തീർക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ അതിരുന്ന് കാണാൻ തുടങ്ങിയത്. ഞാൻ TV കാണത്തില്ലായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ ഇടത്തില്ല, 1 മണിക്കൂറോളം ഹോട്ട്സ്റ്റാറിൽ കാണുമായിരുന്നു. അതേ കാണത്തോളായിരുന്നു, വേറൊന്നും കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. ഫേവറേറ്റ് എന്ന് പറയാനൊന്നുമില്ല, അതങ്ങനെ കണ്ടു തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം, അത് മാത്രമാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈമോ? ടൈം. ഡേഞ്ചറസ് ആകുവാണ് കുട്ടി. ഇതാ നോക്കുക, ആദ്യം കൊല്ലസൂരി കയ്യിലെടുത്ത് ഇപ്പൊ അത് കയ്യിലിരുന്ന ഇടയിൽ അപ്പുറത്ത് ചെയ്ത് നീ ഇവിടെ കുത്തി ഏതാ നല്ലത്? അല്ല എഞ്ചിലെന്നെ വലിച്ചെടുക്കും.
ഓക്കെ. എനിക്ക് ഒരു ഡെയിലി ഇഷ്ടപ്പെട്ട ടൈം അത് ഞാൻ തന്നെ ഓർത്തേക്കല്ലോ എനിക്ക്. ഓക്കെ. ഐ തിങ്ക് ഒരു ഈവനിങ് ടൈം ആയിരിക്കാം. എന്താണ്? എന്താ ഒന്നുമില്ല. ആണാ? അത് എന്താ ഞാൻ കറക്റ്റായിട്ട് മനസ്സിൽ വിചാരിച്ചോളൂ ഏത് ടൈം ആയിരിക്കും നല്ലത്. ഈവനിങ്. ശരി, ഇതൊന്ന് കറക്റ്റായിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നു. ഐ തിങ്ക് ഒരു ഈവനിങ്. അവള് മനസ്സിൽ കളപ്പിന് മാനത്ത് കാണും. ശരി ശരി. പിന്നെ എന്റെ ഹോബീസ് എന്ന് പറഞ്ഞാ റീസെന്റ് ഞാൻ വേണ്ട, ചൈൽഡ്ഹുഡ് ഹോബീസ് പറ. അവള് ഡ്രാമ കാണാൻ ഇഷ്ടമാണ്. ഇല്ല, കുഞ്ഞിലെ ഞാൻ കാണത്തില്ലായിരുന്നു. കുഞ്ഞിലേ ഇപ്പം ഒരു 5-6 വർഷമൊക്കെ ആകുന്നുള്ളൂ ഡ്രാമ കാണാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഹോബി പ്രത്യേകിച്ച് ഇപ്പം ഹോബി ആയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ അല്ല, ചൈൽഡ്ഹുഡ് ഹോബി പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാം ഞാൻ കാണിക്കുന്ന വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ചൈൽഡ്ഹുഡ് ആകുമ്പം ഓർമ്മയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചൈൽഡ്ഹുഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അനീഷ ഡാൻസ് ചെയ്യും, വെറുതെ കിടന്ന് ടിവിയിൽ പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പം അത് ഒരു ഹോബിയായിട്ട് പെടുത്താം. പാട്ട് എന്തായാലും അനീഷ പാടാറില്ല. പിന്നെ പടവും വരയ്ക്കാറുണ്ടായിരുന്നു. ഐ തിങ്ക് ഡാൻസ് ആൻഡ് പടം വരാം. ഇതിലൊന്നും പറയാം, ഇതിൽ രണ്ടിലും. ഡാൻസ്. ശരി, അടുത്തത്. അതും കറക്റ്റ് ആക്കി ഞാൻ. എത്ര കറക്റ്റ് അനീഷ? എനിക്ക് കറക്റ്റ് എണ്ണണ്ട. ഉണ്ടായിരുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡെസേർട്ടോ ചോക്ലേറ്റ് ആണോ? അല്ലേ, ചോക്ലേറ്റ് ഗണത്തിൽ പെടുന്നതാണോ അതോ? അങ്ങനൊന്നും ഇല്ല, ക്ലൂ ഒന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡെസേർട്ട്, അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഡെസേർട്ട്. ഒരു ക്ലൂ തന്നാൽ നീ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഞാൻ അതങ്ങനെ, കാരണം എല്ലാത്തിനും അവള് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടാ കാണിക്കുന്നത്. എന്നാലും അനീഷ ഒരു ക്ലൂ ഇല്ല. ചോക്ലേറ്റ് ആണോ? അല്ലെന്ന് തോന്നുന്നു. ഐസ്ക്രീം. യെസ്, ഐസ്ക്രീം ആണ് ഗൈസ്. ആണല്ലേ? ശരി, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഐറ്റം സാധ്യതയുണ്ട്. ഫുട്ബോളെ കാണാറുള്ളൂ. ഫുട്ബോൾ. പിന്നെ ടേക്ക് വൺ ആണ് ഇത്. സമ്മർ, സ്പ്രിംഗ്, ഓട്ടം, വിന്റർ. സമ്മർ അല്ല, ഇതല്ലേ ഞാൻ പറയാം. സമ്മർ വിന്ററുമാ പറഞ്ഞിരുന്നെങ്കിൽ അവള് സമ്മർ പറഞ്ഞാൽ ഓക്കെ പറയും. ഞാൻ സമ്മർ, സ്പ്രിംഗ്, ഓട്ടം, വിന്റർ. സ്പ്രിംഗ്. ഇല്ല, സെക്കൻഡ് ചാൻസ് ഇല്ല. സെക്കൻഡ് ചാൻസ് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. സെക്കൻഡ് ചാൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അത് തോറ്റായിട്ടുണ്ടേ. അല്ല, ഞാൻ വിൻ ചെയ്ത് എനിക്ക് ഹാഫ് മാർക്ക് ഉണ്ടേ. അങ്ങനൊന്നുമില്ല. അപ്പൊ ഞങ്ങള് സ്ഥലം ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഇതുവരെയുള്ള എല്ലാം കറക്റ്റ് ആക്കി ഒരെണ്ണം ഒഴിയ. ഒരെണ്ണത്തിന് എനിക്ക് ഹാഫ് മാർക്ക് ഉണ്ടേ. ഇല്ല, അത് ഞാൻ കൺസിഡർ ചെയ്തില്ല. ഏഞ്ചല് കുറച്ച് ഡിസ്റ്റർബ് ആയി തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ കിലുക്കെടുത്ത് കൈ കൊടുത്തു കേട്ടോ. അത് വെച്ചിട്ടുള്ള പരാക്രമമാണ് കാണുന്നത്. കുറച്ച് കിലുക്കിന്റെ കൊച്ചയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇവളുടെ അടുത്ത് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ അറിവില് ഉള്ളൊരു ആൻസർ എൻ്റെ കയ്യിലുണ്ട്. അതായിരിക്കണം അവളുടെ അറിവിലുള്ള ആൻസറും. ഞാൻ കുഞ്ഞിലെ ആരെപ്പോലെ ആയിരുന്നു കാണാൻ. അമ്മേനെ പോലെ ആയിരുന്നു. അല്ല, അമ്മാമ്മേനെ പോലെ. എന്റെ അച്ഛന്റെ അമ്മേനെ പോലെ. അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. 56 പേരുടെ പേര് പറയേണ്ട ഒരു കാര്യമില്ല. അച്ഛന്റെ അമ്മ അമ്മാമ്മേനെ പോലെ ഇരിക്കുന്നു എന്നാണ് എല്ലാരും പറയാറുള്ളത്. ഇപ്പോഴും അമ്മാമ്മേനെ കണക്കിന്നാണ് പറയാറുള്ളത്. പിന്നെ അപ്പച്ചിയുടെ പേരും പറയാറുണ്ട്. അപ്പച്ചി അമ്മാമ്മേനെയൊക്കെ ഏകദേശം ഒരേ ഗണത്തിലായിരുന്നു പെടുത്തുന്നത്. അമ്മാമ്മ അങ്ങനെ പറ്റത്തില്ല. ഇവളിപ്പോ ആദ്യം അമ്മയുടെ പേര് പറഞ്ഞു, പിന്നെ അമ്മാമ്മന്റെ പേര് പറഞ്ഞു, പിന്നെ എന്റെ അമ്മയുടെ പേര് പറഞ്ഞു. പറയട്ടെ, ഒരാള് ജനിച്ചു കഴിയുമ്പോ മുഖത്തിനൊക്കെ വ്യത്യാസം വരുന്നതാണെങ്കിൽ ഓരോരുത്തരുടെ ഫേസ് കട്ട് വരും. ഹലോ ഞാൻ ചോദിച്ചാൽ ഞാൻ ചെറുതായിരുന്ന പിന്നെ ആരെപ്പോലെ ഇരുന്നാണ്. ചെറുതായിരുന്നപ്പോ ഓഫ് കോഴ്സ് അമ്മേനെ കിടക്കായിരുന്നു. ഏത് കുട്ടി പ്രായത്തിന്റെ ആ ഫോട്ടോ ഉള്ള പ്രായമാണ്.
ആ ഫോട്ടോകൾ അത്രയും ചൈൽഡ് കുട്ടിയായിരുന്നപ്പോ ഫോട്ടോയിലുള്ള പ്രായമാണെങ്കിൽ അമ്മേനെ കണക്ക് അല്ല, ഇതിനാ സമ്മതിച്ചു കൊടുക്കത്തില്ല. അല്ല അമ്മാമ്മേനെ കണക്ക് അല്ല, അതിനാ സമ്മതിക്കത്തില്ല. കാരണം അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ അപ്പച്ചീനെ പോലെ ഇരിക്കുന്നു. അപ്പച്ചി അതിനല്ലേ അമ്മാമ്മയും അപ്പച്ചിനെയൊക്കെ ഒരേ കണക്ക് അതല്ല ഞാൻ പറഞ്ഞു 56 പേരുടെ പേര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരത്തില്ലെന്ന്. ഇവിടെ അവസാനമാണ് അപ്പച്ചിയുടെ പേര് പറഞ്ഞത്. അതുകൊണ്ട് ഇത് തീരെ സമ്മതിച്ചു തരാൻ പറ്റില്ല. ഏഞ്ചലിന് ഒരു ചിരി വരുന്നതാ. ശരി, ഞാൻ അപ്പച്ചീനെ പോലാണ് കേട്ടോ. അപ്പച്ചിനെ കണക്കാണ് ഇരുന്നത്. ഐ നോ ദാറ്റ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പിന്നെ കൊറേ പേര് ഇപ്പൊ പിന്നെ കൊറേ പേരൊക്കെ അമ്മേനെ പോലെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പിന്നെ അത് ഞാൻ ബോധറേ ചെയ്യുന്നില്ല. കുഞ്ഞായിരിക്കും നമുക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ എന്റെ ഫേവറേറ്റ് സോങ് കൊറേ കാലം സാംജവാനായിരുന്നു. എന്താ ശരിക്കുന്ന? കൊറേ കാലം സാംജവാനായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ ലൂലിസായോ എന്തോ പാട്ടൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയത്തില്ല, ഞാൻ ഇവക പാട്ടൊന്നും കേൾക്കാറില്ല. പിന്നെ BTSന്റെ സോങ് അതൊക്കെ കേൾക്കാം. അല്ലല്ല, ഏതിലും ഒരു സോങ് പറ. അല്ല നിന്റെ ലിസ്റ്റുകള് ഞാൻ പറയണോ? ലിസ്റ്റ് ഒന്നും പറയണ്ട. രഞ്ജി പറഞ്ഞ ആ പാട്ട്. നീ ഏതെങ്കിലും ഒരു പാട്ടി ഉറച്ചില്ല. ഇപ്പൊ 2-3 പാട്ട് ചോദിക്കുന്ന ഒരു ആൻസർ അല്ല ഇവിടെ തരുന്നത്. കുറെ ആൻസർ ആയിരുന്നു. അതൊന്നും എനിക്ക് ഞാൻ സമ്മതിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഉള്ളതായിരുന്നോ? അതൊന്നും ഒരു ആൻസർ പറ. ഒരു ആൻസർ സാംജവാൻ. കറക്റ്റ്. എന്റെ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്റെ മനസ്സിൽ വരുന്ന പാട്ട് അതാണ്. ഓക്കെ ഏജിയുടെ പാട്ട്. എന്നിട്ട് എന്റെ ഫേവറേറ്റ് മ്യൂസിക് ബാൻഡ് BTS. ഞാൻ ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന എങ്ങനത്തെ ആളുടെ കാര്യമാണോ അതോ അല്ല ബാൻഡ് തന്നെ ഈ ഇങ്ങനത്തുള്ള പാട്ട് പാടുന്നവര്? ബാൻഡ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാര്. എങ്ങനെയാണെങ്കിൽ മറ്റില്ല അവര് റോസും ജെനിയും ഇത് അവരുടെ പേരെന്തുവാ? നീ തന്നെ പറയണം. ബ്ലാക്ക് പിങ്ക്. അതെന്താ നീ ആദ്യം BTS ആണ് പറഞ്ഞത്? ഇപ്പൊ BTS പാട്ട് പാടുന്നില്ലല്ലോ, അപ്പൊ എന്തായാലും ബ്ലാക്ക് പിങ്ക് ആണല്ലോ. എനിക്ക് BTS ഉണ്ടായിരുന്ന സമയത്ത് ബ്ലാക്ക് പിങ്കിനെ ആയിരുന്നു ഇഷ്ടം. അല്ല ഞാൻ ഇല്ല ഇത്ര നേരവും നീ എന്താ പറഞ്ഞ ഉറപ്പിച്ചോ ഈ ചോദ്യത്തിൽ നീ ഉറപ്പിച്ചോന്ന് ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ജയിച്ചു. ബ്ലാക്ക് അങ്ങനെ അല്ല, അത് സമ്മതിച്ചു. അത് ഫൗൾ പ്ലേ ആണ്. ഞാൻ അല്ലാന്ന് പറഞ്ഞോണ്ടാണ്. എനിക്ക് ഉറപ്പായിരുന്നു. എന്തോ പിന്നെ BTSന്റെ പേര് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് BTSനാണ് ഓർത്തത്. അത് നീ ഓർത്തത് പറയാനല്ലേ. ഞാൻ ഒരു ഇത് പറയണ്ടേ? ബ്ലാക്ക് പിങ്ക് BTS ഞാൻ ഓരോന്നിനും അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. നേരത്തെ നിനക്ക് അതായിരുന്നു അങ്ങനെ ഇങ്ങനെ. പിങ്കിന്റെ ആൾക്കാരാണ്. ഓക്കെ, ഇതെനിക്ക് സമ്മതിച്ച് കൊടുക്കണോ വേണ്ടെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് കൊല്ലം ഫൗൾ പ്ലേ ആണ് കളിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ 56 ഉത്തരങ്ങളും കൊണ്ട് വരുന്നുണ്ട്. അതിന് കുറെ നാൾക്ക് മുന്നേ അതായിരുന്നു ഉത്തരം. ഇപ്പോഴാണ് അതാ വേറെ. ഏതായിരുന്നു ഉത്തരങ്ങള്? എടി ഞാൻ BTSും ബ്ലാക്ക് പിങ്കും. എനിക്ക് ഒരു പോയിന്റ് കിട്ടി. വിട്ടുകളാ. എന്നോട് BTS ആണോ ബ്ലാക്ക് പിങ്ക് ആണോ എന്ന് ആലോചിച്ചാൽ ഞാൻ ബ്ലാക്ക് പിങ്കിന്റെ പേര് ഞാൻ പറയാറുള്ളൂ. അപ്പൊ ഇവിടെ BTS പറയുമ്പോ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കുറെ നാളെ സ്റ്റാറ്റസ് മൊത്തം BTS ആയിരുന്നു. ഞാൻ എന്തോ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഫേവറേറ്റ് ബ്ലാക്ക് പിങ്ക് സോങ്ങും BTS സോങ്ങും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതിന്റെ ഒന്നും ഉത്തരം അവർക്ക് അറിയത്തില്ല. എനിക്ക് ഈ പിങ്കും കുങ്കും ഒന്നും എനിക്കറിയത്തില്ല. കൊറേ ലിസായും ദുസായും ഒക്കെ ഉണ്ടെന്ന് അറിയാം. എന്റെ ഫേവറേറ്റ് ഡ്രിങ്കോ? ഇത് മറ്റേ പേര് മറന്നുപോയല്ലോ. ഇല്ല മറ്റേ മാങ്ങാ ജ്യൂസ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? അങ്ങനത്തെ അല്ലേ ഉദ്ദേശിക്കുന്ന? അതോ ജ്യൂസ് ഐറ്റം ആണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ജ്യൂസ് എല്ലാം പെടും. ജ്യൂസ് ഐറ്റവും പെടും, ഷേക്ക് ഐറ്റം എല്ലാം പെടും. ഡ്രിങ്ക് ആണ് നമ്മൾ കുടിക്കുന്നത് എല്ലാം പെടും. ഓ അങ്ങനാണെങ്കിൽ ഷേക്ക്. ഏത് ഷേക്കാന്ന് ഞാൻ പറയാം.
അല്ലല്ല ഫ്രൂട്ട് ജ്യൂസ്. ഈ ഡ്രിങ്ക് ഐറ്റവും പെടുവല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ അതേപോലത്തെ എല്ലാം പെടും. ഇത് ഞാൻ ഒരു ക്ലൂ കൊടുക്കും. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് മാറ്റി പറയും. ഈ ആൻസർ നീ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ല, അതുകൊണ്ട് ഞാൻ ആണാ? എന്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ ഞാൻ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അനീഷ ഒരുപാട് കുടിച്ചിട്ടില്ലാത്ത മൊജിത്തോ ആണ്. ആ മൊജിത്തോ അല്ല എന്തായാലും, ഒരു വട്ടം അവള് കുടിച്ചിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു നിഗമനം. എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചാണ് കേട്ടോ അവള് കണ്ടുപിടിക്കുന്നത്. പുത്രീനെ ഒന്ന് മാനേജ് ചെയ്യണം. ഹായ്, കൊച്ചിന്റെ ഹായ് ആണ് കേട്ടോ. പറ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. അനീഷയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ഐ തിങ്ക് ഞാൻ കുടിച്ചിട്ടുള്ള സാധനമാണ്. ഞാൻ ഒരുപാട് സാധനം കുടിച്ചിട്ടുണ്ട്, അതിൽ ഏതാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ വേറൊരു ക്ലൂ കൊടുത്തരാം. ഈ സാധനം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി മാത്രമേ നീ കുടിച്ചിട്ടുള്ളൂ, കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. ഭയങ്കര റയറായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഓ, അപ്പം ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. ഇടയില് കുറച്ച് ലോങ് ബ്രേക്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കര സീനായി. ഭയങ്കര ആള് ഭയങ്കര നോട്ടി ആയി പോയി. അപ്പം ആളെ കുറച്ച് നേരത്തിന് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. അമ്മയുടെ കയ്യിലിരുന്ന് കുരുത്തക്കേടായിരിക്കുന്നാലും അവള് കരയുന്നതിന് മുന്നേ വീഡിയോസ് ഒക്കെ എടുത്ത് പെട്ടെന്ന് തീർക്കാന്ന് കരുതി കേട്ടോ. ഇനി കുറച്ച് സീരിയസ് ആയിട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, അപ്പം എന്റെ ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ചോദിച്ചത് ലാസ്റ്റ് ആയിട്ട്. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് വീട്ടിൽ മാത്രം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഡ്രിങ്ക് ഷാർജ ആയിരിക്കും. നാളെ പുറത്ത് പോയി ഷാർജ കുടിച്ചിട്ടില്ല. ഓ ശരിയാണല്ലോ. വീട്ടിലെ ഉണ്ടാക്കിയിട്ടുള്ളോ? വീട്ടിലെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിന്റെ ഫേവറേറ്റ് ഡ്രിങ്കോ? ഇതിന് ഞാൻ തോറ്റു. എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ഡ്രിങ്ക് ഇവിടെ ഉണ്ടാക്കിയതായിട്ട്. ഞാൻ പറഞ്ഞ ഓർമ്മ വരുമായിരിക്കും. ഞാൻ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ലസ്സിയാണ്. ഓ, ലസ്സി നമ്മളെന്തല്ലാതെ കുടിച്ചിട്ടുണ്ടല്ലേ? അല്ലാതെ എപ്പോ കുടിച്ചു? അല്ലാതെ ഒരു വട്ടം അബിയൊക്കെ ആയിട്ട് പോയപ്പോ നമ്മള് കുടിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കുടിച്ചു? സുപ്രീമിൽ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. ഞാനൊരു വട്ടം പപ്പായ ലസ്സി ആണെന്നല്ലേ വീട്ടിൽ ഉണ്ടാക്കിയത്. എന്താ ആ ലസ്സിയോ? ഓ ലസ്സി. ഞാൻ യോഗട്ടാണ് നമ്മള് കുറെ കഴിച്ചത്. ഞാൻ അത് യോഗട്ടാണ് ചിന്തിച്ചത്, പിന്നെ വിചാരിച്ചു വേണ്ട. ഫേവറേറ്റ് സാധനമാണ് ചോദിച്ചത്. യോഗട്ടും ലസ്സിയാണ് എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ സ്ലൈസ് ഉണ്ടല്ലോ ഇവിടെ ആദ്യം പറഞ്ഞത്, അത് എന്റെ ഫേവറേറ്റ് സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്തില്ല. ഞാൻ ഇവിടെ ചിന്തിച്ചത് ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, കാരണം ഒരുപാട് ഫേവറേറ്റ്സ് ഉള്ള കാരണം ഞാൻ ലസ്സിയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ലസ്സി പറഞ്ഞത്. പിന്നെ എന്റെ ഫേവറേറ്റ് ബുക്ക് മീൻസ് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഭയങ്കര ബുക്ക് വായിക്കുന്ന ആളൊന്നും അല്ല. എന്നാലും ഞാൻ ഒരു ബുക്ക് കംപ്ലീറ്റ് വായിച്ചു തീർത്തിട്ടുണ്ട്. ആ ബുക്ക് പറ. എനിക്കറിയത്തില്ല, ഞാനിവിടെ ബുക്ക് വായിക്കുന്ന കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴല്ല, ഞാൻ ഒരു 10+2 അപ്പോഴൊക്കെ വായിച്ചത്. എനിക്ക് അറിയത്തില്ല. എന്തായാലും ബാലരമ. ഞാൻ പേര് പറഞ്ഞ അവക്ക് നിനക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഇല്ലല്ലോ? ഇല്ല, എനിക്ക് അറിയത്തില്ലല്ലോ. ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും. ഓ, അത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണ്ടല്ലേ? അത് ആ ഒരു ബുക്കേ ഉള്ളൂ ഞാൻ ഫുള്ളും വായിച്ചു തീർത്തിട്ടുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. പുട്ടാണ്. നിന്റെ അല്ല ചോദിച്ചത്, എന്റെയാണ് ചോദിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഉപ്പുമാവ്. കറക്റ്റ്. വേറൊന്നും പറയാനില്ല, കാരണം സ്ഥിരം അടിവെക്കുന്നതാണ് അതിന് വേണ്ടിട്ട്. ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ട്രാവൽ അബ്രോഡ് പറയണോ അതോ ഇന്ത്യക്കകത്തുള്ള തന്നെ പറയണോ? ഓവറോള്. അപ്പൊ അബ്രോഡും കൺസിഡർ ചെയ്യാം. കൊറേ ആയിരിക്കും പറയാൻ വരുന്നത്.
ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, അത് പറയാം. ഇപ്പം നിലവില് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല. ഞാൻ പറ്റത്തില്ലെന്നല്ല, പറ്റും. ജോസ് വന്നതിനെ പറ്റും. ജോസ് വന്നാ പറ്റും. അപ്പം എന്തായാലും ഇന്ത്യക്കകത്ത് കേരളത്തിനകത്തുള്ള വല്ല സ്ഥലവുമായിരിക്കും. ഈ ഇടങ്ങളിൽ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലേ, കേരളത്തിനകത്താന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഞാൻ വല്ല മൂന്നാറും വല്ലതും പറയുക, എനിക്കറിയത്തില്ല ഇവള് ആഗ്രഹിക്കുന്ന പ്ലേസ് ഏതാണെന്ന്. പറ അനീഷ. മണാലി, കുളു മണാലി. ഓ, നിങ്ങൾ ഹണിമൂൺ പ്ലാൻ ചെയ്ത സ്ഥലം. അടുത്തത് എന്റെ ഫേവറേറ്റ് ആനിമൽ. ആനിമൽ ഡോഗ്. ഒന്നും പറയാനില്ല. അല്ല, ഫേവറേറ്റ് പെറ്റാണ് ഡോഗ്. ആനിമൽ വേറെ. അത് ഡോഗ് ആനിമൽ അല്ലേ? ഡോഗിന് ആനിമലിന്റെ ഗണത്തിലാ പെടുത്തുന്ന. ആണടി, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. പെറ്റ് ആനിമൽ ആണ് ഡോഗ്. എപ്പി സിംഹം, കടുവ, പുലി അങ്ങനത്തുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ ഓ, ആന അങ്ങനത്തെ ഉള്ളത്. സിംഹം, കടുവ, പുലി, ആന, ആ കാറ്റഗറി ഇവിടുന്ന് ആനിമൽ ആണ്. എനിക്ക് ഇത്രയും കാറ്റഗറിയിൽ ഇത്ര ആനിമലിനെ അറിയത്തുള്ളൂ. ചീറ്റ ആ കാറ്റഗറി പെട്ട എന്റെ ഫേവറേറ്റ് ആനിമൽ പറ. മുയലൊക്കെ അതിന് പെടുന്നതാണോ? ഓ, നീ മുയലിനെ കൂട്ടുന്ന കൂട്ടിക്ക് കുഴപ്പമില്ല. കാട്ടിലെ മൃഗങ്ങൾ, വന്യമൃഗങ്ങളെയാണ് അനീഷ ഉദ്ദേശിച്ചത്. വന്യമൃഗങ്ങളിൽ കടുവ, സിംഹം, പുലി. ഓപ്ഷൻ കടുവല്ല, സോറി, പുലി. അല്ലല്ല, ആന. ഈ ഉറപ്പിച്ചോന്ന് നോക്കിയപ്പോ അവള് മനസ്സിലാക്കും കേട്ടോ, അതല്ല ആൻസർ ഒന്നും. ആന. നീ എന്തേലും ഒന്ന് ഉറപ്പിച്ച് പറ. എടി, ആനേനെ നീ പെറ്റ് ആനിമലായിട്ടാണോ കൂട്ടുന്നത്, അല്ലാതെയാണോ? അല്ല, ആനേനെ ഞാൻ പെറ്റായിട്ട് കൂട്ടുന്നു. ഞാൻ പെറ്റായിട്ട് കൂട്ടുന്നത് എന്താന്ന് വെച്ചാ പട്ടി, പൂച്ച, ഡോഗ്, പൂച്ച, മുയല്. ഡോഗ്, പൂച്ച, ഡോഗ്, പട്ടി, ഡോഗ്, ക്യാറ്റ്, റാബിറ്റ്, ബണ്ണി. റാബിറ്റ് അല്ല കേട്ടോ, ബണ്ണി. ഇതിനൊക്കെയാണ് ഞാൻ. വന്യമൃഗങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു സിംഹം. ഇവളെ എനിക്ക് ഒന്നും പറയാനില്ല. ഈ പെണ്ണാണ് 4-5 ആൻസർ പറഞ്ഞതിന് ശേഷമാണ് വേറൊരു ആൻസർ. സിംഹം കൺഫേം സിംഹം. ശരിയെന്നാ. എനിക്ക് സിംഹത്തിനാണ്. സിംഹം എന്ന് വെച്ചാ കാട്ടിലെ രാജാവാണ്. കാട്ടിൽ രാജാവായതുകൊണ്ട് മാത്രല്ല, കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടും അല്ല, എനിക്ക് ആളുടെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടം. സിംഹത്തിന്റെ തോറ്റു കൊടുക്കാത്ത മനോഭാവം അതാണ്. അത് മാത്രല്ല, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടങ്ങി കടന്നോളൂ. അതൊക്കെ ഞാൻ സിംഹത്തില് ഒരുപാട് നല്ല ക്വാളിറ്റീസ് കാണുന്നുണ്ട്. നമുക്ക് ലൈഫിൽ പ്രാക്ടിക്കാൻ പറ്റണം. വിൽ പവർ നല്ലതുപോലെ നല്ലോണം വിൽ പവർ ഉള്ള ഒരു ആനിമലാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ആള്. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാത്ത ഒരു മനോഭാവം എന്നെ പോലെ. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സിംഹത്തിന്. ഞാൻ എല്ലാ കാര്യത്തിനും വിട്ടുകൊടുക്കത്തില്ല, ചില കാര്യം വിട്ടുകൊടുക്കും. ഓക്കെ, പറ നെക്സ്റ്റ്. വിട്ടുകൊടുക്കാത്ത മീൻസ് വെച്ചാ എവിടെയും തോറ്റു കൊടുക്കാത്തത്, മാക്സിമം പോരാടത്തില്ലേ, അതാണ് സിംഹമൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. എന്റെ ഫേവറേറ്റ് ഹോളിഡേ. ഹോളിഡേയോ? ഹോളിഡേ മീൻസ് ഈ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, ഫെസ്റ്റിവൽസ്, ന്യൂ ഇയർ, ക്രിസ്മസ്. പറയണ്ട, നമ്മളെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോളിഡേ ക്രിസ്മസ് തന്നെ ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ക്രിസ്ത്യാനികളായ മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഓണം ഒന്നും നമ്മൾ വല്ലാണ്ട് ആഘോഷിക്കുന്ന ഇതല്ലല്ലോ. ക്രിസ്മസ്, ഈസ്റ്റർ ഈ ഒരു ഇതൊക്കെ ആയിരിക്കും. എന്നാലും ക്രിസ്മസ് ആണ് പ്രത്യേകം വൈബ് എന്ന് പറയാം. അപ്പം അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്റെ +2 ഗാങ് ഫ്രണ്ട്സ് നെയിം. +2 ഗാങ് ഫ്രണ്ട്സ് നെയിം. 10th ഉള്ളവർ തന്നെയാണ് +2 ഉള്ളത്. +2 2 കൂടുതലുണ്ട്. +2 2 കൂടുതൽ. അമൃത ചേച്ചിയും ഹരിത ചേച്ചി, അവർ രണ്ടുപേരും +1 ഒക്കെ പുതിയതായിട്ട് ഇട്ടതാണ്. ബാക്കിയാണ് എന്റെ 10th ഫ്രണ്ട്സ്. അത് അഞ്ജന ചേച്ചിയും കാർത്തിക ചേച്ചി. 4 പേര് ഞാൻ പറഞ്ഞു. ഡിഗ്രിയുടെ പറ. കാവ്യനെ മാത്രമേ എനിക്ക് നേരെ അറിയൂ. കാവ്യ ഉണ്ടായിരുന്നു, നിവ്യ ഉണ്ടായിരുന്നു, പിന്നെ എന്തുവായിരുന്നു, വൃന്ദ.
ഇത്ര പറയാനാണെങ്കിൽ ഒരു 3 ഉള്ളൂ ഡിഗ്രിക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് കറന്റ് ആണെങ്കിൽ ഫീഡിങ് ഡ്രസ്. ഫീഡിങ് ഡ്രസ് അനീഷിനെ കൊണ്ട് ഇടാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും ഇടാൻ പറ്റുന്നില്ല കറന്റ് അല്ലാതെ ടോട്ടലി പറയുകയാണെങ്കിൽ വെസ്റ്റേൺ വെയർ, അത് ജീൻസ് ടോപ്പ് അങ്ങനത്തെ അനീഷയ്ക്ക് ഇഷ്ടം. കറക്റ്റ് അല്ലേ? വെസ്റ്റേൺ വെയർ ആണ്. വെസ്റ്റേൺ വെയർ ഞാൻ വെസ്റ്റേൺ വെയർ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ജീൻസിന്റെ ഒപ്പം തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെസ്റ്റേൺ വെയർ വേറെയും പെടും, പക്ഷെ എന്നാലും വെസ്റ്റേൺ വെയർ ആണ് ഞാനും ഉദ്ദേശിച്ചത്. സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ജീൻസ്. നെക്സ്റ്റ് പോരട്ടെ. ഇനി കുറച്ച് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. എസ് ഓർ നോ മീൻസ് ഞാൻ ചെയ്യുന്ന ഹാബിറ്റ് വെച്ച് തുടങ്ങാം. എനിക്ക് എന്റെ ചെറുപ്പത്തില് മുടി ഇഷ്ടമായിരുന്നു. എസ് ഓർ നോ? ഓഫ് കോഴ്സ് യെസ്. പ്ലസ് ടുവില് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ് ആണ് എടുത്തത്. യെസ്. 10th ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് വാങ്ങി. യെസ്. നോ, വാങ്ങിച്ചില്ലേ? ഇല്ല, കുറഞ്ഞു പോയി. ഞാൻ പ്രതീക്ഷിച്ചാൽ ഇച്ചിരി കുറഞ്ഞു പോയി. ഓക്കെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അത്ര ഉള്ളു കേട്ടോ. അതിന് ടേക്ക് 1 ഉണ്ട്. ടേക്ക് 1 ആദ്യം ഞാൻ ചോദിക്കുന്നത് കാറ്റ്, മഴ, വെയിൽ. കാറ്റ്, മഴ, വെയിൽ, മഞ്ഞ്. ഓക്കെ. സ്നോ. കാറ്റ്, മഴ, സ്നോ, റെയിൻ. എന്തായാലും കാറ്റും മഴയും അനിഷിക്ക് തീരെ കണ്ടുകൂടാ. മഞ്ഞാവുമ്പോ എന്തായാലും തണുപ്പാണ്, അതും കണ്ടുകൂടായിരിക്കും. ഓഫ് കോഴ്സ് വെയിലാണ്. കാറ്റും കുഴപ്പമില്ല, എന്നാലും കൂടുതൽ വെയിലാണ്. അതൊരെണ്ണം. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്, ചായ, വാട്ടർ, ഷേക്സ്. വാട്ടർ അല്ലല്ല, സോഫ്റ്റ് ഡ്രിങ്ക്, വാട്ടർ, ചായയോ? ടീ ഓർ കോഫി? അത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ 4 കൊടുത്തിട്ടുണ്ട്, അതിലൊരെണ്ണം ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് നീ പറയണം. എന്റെ മനസ്സിൽ വിചാരം സോഫ്റ്റ് ഡ്രിങ്ക്സ്. അല്ലല്ല, സോറി, മറ്റേ എന്തായിരുന്നു എന്റെ പേര്? ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ എന്തുവായിരുന്നു? ഷേക്സ്. കറക്റ്റ്. നേരത്തെ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അന്നത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് അന്ന് വൈൻഡപ്പ് ചെയ്യാനാണെന്ന് വിചാരിച്ചത്. പക്ഷെ അന്ന് പറ്റാത്ത കാരണം ഇന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് കരുതി കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.